ഒമാന്റെ തലസ്ഥാനമായ മസ്കറ്റിലൂടെ സഞ്ചാരം തുടരുകയാണ്. ഇവിടുത്തെ സുൽത്താൻ ഖാബൂസ് മോസ്ക് കണ്ടതിനു ശേഷം ഞാനും ഡോക്ടർ ഷാഫിയും കൂടി ഇനി മസ്കറ്റിലെ മറ്റു കാഴ്ചകളിലേക്കാണ് പോകുന്നത്. ഇവിടെ ഗംഭീരമായൊരു ഓപ്പറ ഹൗസ് ഉണ്ട്. അടുത്തതായി അത് കാണണം. ഞങ്ങളുടെ ഒമാനി സുഹൃത്ത് ഡോക്ടർ യൂസഫ് 2 ദിവസം കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം രാവിലെ വേറൊരു വഴിക്ക് പോയിരിക്കുകയാണ്. കുറച്ചു കഴിയുമ്പോൾ റോയൽ ഓപ്പറ ഹൗസിൽ വെച്ച് കാണാമെന്നാണ് ഡോക്ടർ യൂസഫ് പറഞ്ഞിരിക്കുന്നത്. യൂസഫ് അൽ വഹായിബി എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. ഒമാനിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ദുബായിലോ അബുദാബിയിലോ ഉള്ളതുപോലെ ആകാശമുട്ടുന്ന കെട്ടിടങ്ങളുള്ള ഒരു ഡൗൺ ടൗൺ ഏരിയ തലസ്ഥാനമായ മസ്കറ്റിൽ പോലും കാണില്ല. കെട്ടിടങ്ങൾക്കൊക്കെ നിശ്ചിത ഉയരമേ ഉള്ളൂ. ഇവിടുത്തെ ഭരണാധികാരികൾ തീരുമാനിച്ചിരിക്കുന്നത് ഇഷ്ടം പോലെ ഭൂമിയുള്ള ഒമാൻ ആകാശത്തേക്ക് കെട്ടിടം പണിയേണ്ടതില്ല എന്നാണ്. ധാരാളം തുറന്ന സ്ഥലങ്ങളുള്ള മനോഹരമായ ഒരു നഗരമാണ് മസ്കറ്റ്. ഉള്ള ഭാഗത്തെല്ലാം ലോൺ പിടിപ്പിച്ച് കണ്ണിന് കുളിർമയേകുന്ന ഒരു പച്ചപ്പ് സൃഷ്ടിക്കാൻ വികസിതമായ അറബ് രാജ്യങ്ങളെല്ലാം ശ്രമിക്കുന്നുണ്ട്. പഴയ കാലം മുതൽ തന്നെ സമുദ്ര വ്യാപാരത്തിലൂടെ സമ്പത്ത് നേടിക്കൊണ്ടിരുന്ന ഒമാന്റെ പ്രധാനപ്പെട്ടൊരു നഗരമായിരുന്നു മസ്കറ്റ്. 17-18 നൂറ്റാണ്ടുകളിൽ ഒരു സമുദ്ര സാമ്രാജ്യമായി ഒമാൻ വളരുന്നത് അങ്ങനെയാണ്. സമുദ്രം വഴിയുള്ള കച്ചവടത്തിലും ഒമാനികൾ മുൻപന്മാരായിരുന്നു. അപ്പോഴെല്ലാം തലസ്ഥാനം മറ്റു പല നഗരങ്ങളിലുമായിരുന്നു. എന്നാൽ സൈനിക തലസ്ഥാനവും വാണിജ്യം നിയന്ത്രിക്കുന്ന ഇടവുമായി മസ്കറ്റ് നിലനിന്നു. 1744 സ്ഥാപിതമായ അൽബു സൈദ് രാജവംശം തന്നെയാണ് ഇപ്പോഴും ഒമാൻ ഭരിക്കുന്നത്. 1970 ഒരു അട്ടിമറിയിലൂടെ സ്വന്തം പിതാവിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദ് അധികാരം പിടിച്ചു. അന്ന് രാജ്യത്തിന്റെ പേര് സുൽത്താനേറ്റ് ഓഫ് മസ്കറ്റ് ആൻഡ് ഒമാൻ എന്നായിരുന്നു. സുൽത്താൻ ഖാബൂസ് രാജ്യത്തിന്റെ പേരിലെ മസ്കറ്റ് നീക്കം ചെയ്ത് ഒമാൻ എന്നു മാത്രമാക്കി. രാജകുടുംബത്തിലെ തന്നെ നൗവാൽ ബിൻറ്റ് താരിഖ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ. 3 വർഷം മാത്രമേ ആ വിവാഹബന്ധം നിലനിന്നുള്ളൂ. 1979 അവർ വിവാഹമോചനം നേടി. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. സുൽത്താൻ വേറെ കല്യാണം കഴിച്ചതുമില്ല. അരനൂറ്റാണ്ടുകാലം അദ്ദേഹം ഒമാനെ ഭരിച്ചു. 2020 സുൽത്താൻ ഖാബൂസ് മരിച്ചപ്പോൾ മുൻ ഭാര്യയുടെ സഹോദരൻ ഹൈതം ബിൻ താരിഖ് പുതിയ സുൽത്താനായി. സുൽത്താൻ ഖാബൂസിന്റെ ഫസ്റ്റ് കസിനാണ് ഇപ്പോഴത്തെ സുൽത്താനായ ഹൈതം ബിൻ താരിഖ്. അകലെ കാണുന്ന ആ കെട്ടിടമാണ് മസ്കറ്റിലെ റോയൽ ഓപ്പറ ഹൗസ്. അതിനടുത്തേക്കാണ് ചെല്ലേണ്ടത്. പക്ഷേ റോഡൊന്ന് ക്രോസ് ചെയ്യണം. കുറേ ദൂരം വളഞ്ഞു ചുറ്റി ഒരു ഫ്ലൈ ഓവറൊക്കെ കടന്നു വേണം പോകാൻ. വഴിയോരങ്ങളൊക്കെ മനോഹരമായ പുൽമേടുകളാണ്. ചെറിയ പുൽക്കുന്നുകൾ തന്നെയെന്ന് പറയാം. അതിനിടയിൽ മരങ്ങൾ. ഇതൊന്നും സ്വാഭാവികമായ മരുഭൂമിയിൽ വളർന്നതല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. മരങ്ങളും പുൽത്തകടിയും നട്ടുനനയ്ക്കാനും പരിപാലിക്കാനും നിരവധി ആളുകൾ തന്നെയുണ്ട്. പച്ചപ്പിന്റെ ധാരാളിത്തമറിയുന്ന നമ്മൾക്ക് പലപ്പോഴും ഈ മരങ്ങളുടെ വിലയോ അല്ലെങ്കിൽ പുൽത്തകടിയുടെ പ്രാധാന്യമോ മനസ്സിലാവണമെന്നില്ല. അറബികൾക്കതറിയാം. ഞങ്ങൾ ഒന്ന് ചുറ്റിവളഞ്ഞ് വന്ന പാതയുടെ മറുവശമെത്തി. തുടർന്ന് ഓപ്പറ ഹൗസിന്റെ കോമ്പൗണ്ടിലേക്ക് കയറി. മുന്നിൽ കാണുന്ന കെട്ടിടങ്ങൾ മുഴുവൻ ഓപ്പറ ഹൗസ് അല്ല. അതിൽ ഓപ്പറ ഹൗസ് ഉണ്ട്. അതിനനുബന്ധമായി ഒരു മ്യൂസിക് ലൈബ്രറി ഉണ്ട്. ചെറിയ മ്യൂസിയമുണ്ട്. പിന്നെ ഇതിന്റെ കൂടുതൽ ഭാഗവും ഒരു ഗ്യാലറിയാണ്. നിരവധി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെയും ഫാഷൻ ഷോപ്പുകളുടെയും ഒക്കെ വലിയൊരു ഗ്യാലറി. ഗംഭീരമായ നിരവധി ഷോപ്പുകളുണ്ട്. അതിസമ്പന്നർക്ക് വേണ്ടിയുള്ള ഷോപ്പുകളാണെന്ന് മാത്രം. അതുപോലെ ബിസിനസ് ഇവന്റുകളൊക്കെ നടക്കുന്ന ഹോളുകളുമുണ്ട് ഈ കോമ്പൗണ്ടിൽ. ഞങ്ങൾ ചെല്ലുമ്പോൾ പാർക്കിംഗ് ഏരിയയിൽ നിരവധി വാഹനങ്ങളുണ്ട്. പാർക്കിങ്ങിൽ നിന്ന് പുറത്തേക്കിറങ്ങി. മുറ്റം മുഴുവൻ മാർബിൾ വിരിച്ചിരിക്കുകയാണ്. നല്ല തിളങ്ങുന്ന മാർബിൾ. മുറ്റത്ത് കടുത്ത ചൂടായതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അകത്തേക്കു കയറി. ആഭരണങ്ങളുടെയും വസ്ത്രങ്ങളുടെയും പല പല ഷോറൂമുകൾ. അവിടെ വേറൊന്നുണ്ട്. ദാർ ഗ്ലോബൽ എന്ന ഒരു പ്രസ്ഥാനത്തിന്റെ സ്റ്റാൾ. ഞങ്ങൾ വെറുതെ ഇത് കാണാൻ നടക്കവേ ഒരു ചെറുപ്പക്കാരൻ വന്നു.
ഒന്നെന്റെ കൂടെ വരൂ എന്ന് പറഞ്ഞ് അയാൾ ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എന്താണ് കാര്യമെന്ന് ഞാൻ ചോദിച്ചു. അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രസ്ഥാനമാണല്ലോ ട്രംപ് ഇന്റർനാഷണൽ. അവരുമായി ചേർന്ന് ഈ കമ്പനി വലിയൊരു പ്രോജക്റ്റ് മസ്കറ്റിൽ കൊണ്ടുവരുന്നുണ്ട്. അതൊന്ന് കാണിക്കാമെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ വലിയൊരു പ്രോജക്റ്റ് ആണ് എന്നാണ് ചെറുപ്പക്കാരൻ പറയുന്നത്. ഷോപ്പിങ്ങിനൊന്നും വേണ്ടി വന്നതല്ലെന്ന് ഞങ്ങൾ ആദ്യമേ പറഞ്ഞു. ഇവിടെ ഇത്തി എന്നൊരു പ്രദേശമുണ്ട്. വലിയ ക്ലിഫുകളുള്ള, കടലിലേക്ക് മലകൾ ഇറങ്ങി നിൽക്കുന്ന ഒരു പ്രദേശമാണത്. അവിടെ ഇങ്ങനെ വലിയൊരു പ്രോജക്റ്റ് വരികയാണ്. അപ്പാർട്ട്മെന്റുകളും വില്ലകളും ട്രംപ് ഇന്റർനാഷണൽ ഹോട്ടലും വരുന്നു. ദാർ ഗ്ലോബൽ എന്ന കമ്പനിയും ട്രംപ് ഇന്റർനാഷണലും ചേർന്ന് വലിയൊരു സിറ്റി തന്നെ ഉണ്ടാക്കുകയാണ് അവിടെ. ഏതാണ്ട് 3-4 കോടി രൂപ കൊടുത്താൽ അവിടെ ഒരു വീട് കിട്ടും. പ്രോജക്റ്റിന്റെ ഒരു മിനി മോഡലാണ് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പ്രോജക്റ്റിലെ വീടുകൾ, വില്ലകൾ, പബ്ലിക് ഫെസിലിറ്റികൾ, ഹോട്ടൽ ഇതെല്ലാം ഇങ്ങനെ ചുറ്റും നടന്ന് കാണാം. പണി തീരുമ്പോൾ ഇങ്ങനെയായിരിക്കും ആ സിറ്റി. കടൽ തീരത്ത് മലമുകളിലെ അതിവിപുലമായ ഒരു പ്രോജക്റ്റ്. ഇതിന്റെ പ്രത്യേകതകളൊക്കെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നയാൾ പറഞ്ഞു തന്നു. സമുദ്രനിരപ്പിൽ നിന്നും 100 മീറ്റർ ഉയരത്തിലാണ് ഈ പ്രോജക്റ്റിന്റെ സ്ഥാനം. $500 മില്യൺ പ്രോജക്റ്റാണ്. പല വിലയുള്ള വില്ലകളും അപ്പാർട്ട്മെന്റുകളും ഇവിടെയുണ്ട്. ക്ലിഫിലൊക്കെയുള്ള വീടിന്റെ വില സ്വാഭാവികമായും കൂടുതലായിരിക്കും. അവസാനം ഡോക്ടർ ഷാഫി അവിടെ ഒരു വീട് വാങ്ങുന്ന മട്ടാണെന്ന് എനിക്ക് തോന്നി. അദ്ദേഹത്തിന്റെ നമ്പറൊക്കെ കൊടുത്തു. പിന്നെ ഞങ്ങൾ അവിടെ നിന്നിറങ്ങി. എല്ലാ ലോക ബ്രാൻഡുകളുടെയും ഷോറൂമുകളുണ്ട്. അതെല്ലാം കണ്ടു നിൽക്കാൻ ഞങ്ങൾക്ക് നേരമില്ല. ഓപ്പറ ഹൗസ് കാണണം. പാരീസിലെ ഓപ്പറ ഹൗസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കുറെ കുട്ടികൾ ഓപ്പറ ഹൗസ് കാണാൻ വന്നിരിക്കുന്നു. മെയിൻ ഫോയറിന്റെയും ബോക്സ് ഓഫീസിന്റെയും എൻട്രൻസ് ഇവിടെയാണ്. ഞങ്ങൾ അവിടേക്ക് തന്നെ കയറി ചെന്നു. സെക്യൂരിറ്റി പരിശോധനയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞേ അപ്പുറത്തേക്ക് കയറ്റിവിടുകയുള്ളൂ. കയറി ചെല്ലുന്നത് ബോക്സ് ഓഫീസിലേക്കാണ്. അവിടെ ചെന്ന് വേണം ടിക്കറ്റ് എടുക്കാൻ. വെറുതെ സന്ദർശിക്കാൻ വന്നാലും ടിക്കറ്റ് എടുക്കണം. ഓപ്പറ ഹൗസിലെ പ്രോഗ്രാമുകൾക്ക് വരികയാണെങ്കിലും ടിക്കറ്റ് അവിടെ നിന്ന് വാങ്ങാം. പിന്നെ ചെല്ലുന്നത് മെയിൻ ഫോയർ എന്ന ഭാഗത്തേക്കാണ്. പ്രമുഖമായ ഓപ്പറ ഉൾപ്പെടെ വലിയ പരിപാടികളൊക്കെ നടക്കുമ്പോൾ അതിഥികളെ സ്വീകരിക്കുകയും പരിപാടി തുടങ്ങുന്നതുവരെ അവർക്ക് വിശ്രമ സൗകര്യം ഒരുക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇവിടെയാണ്. അതിമനോഹരമായ ഒരു മന്ദിരം. മരവും മാർബിളും കൊണ്ടുള്ള സുന്ദരമായ മിശ്രണം. ചിലർ സഞ്ചാരം കണ്ടിട്ട് പറയാറുണ്ട്, കെട്ടിടങ്ങൾ കാണിക്കരുത്, ഗ്രാമങ്ങൾ കാണിക്കൂ, അവിടുത്തെ ദാരിദ്ര്യം കാണിക്കൂ എന്ന്. ഞാനിത് കാണിക്കുന്നത് എന്തിനാണെന്നോ? നമ്മുടെ നാട്ടിൽ ടൗൺ ഹാളും സിറ്റി ഹാളും പൊതുസ്ഥാപനങ്ങളും ഒക്കെ പണിയുന്ന ആർക്കിടെക്റ്റുമാർക്കും ഡിസൈനർമാർക്കും എഞ്ചിനീയർമാർക്കുമൊക്കെ ലോകത്തെ പുതിയ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാനാണ്. ഏറ്റവും ആധുനികമായ രീതി എന്താണെന്ന് മനസ്സിലാക്കാൻ അവർക്കെല്ലാവർക്കും ഇത് പോയി കാണാൻ പറ്റിയെന്ന് വരില്ല. സഞ്ചാരത്തിലൂടെ അവർക്കത് കാണാൻ കഴിയണം. ഡിസൈനിങ് സ്കൂളുകളിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്, എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഉണ്ട്. അവർക്കൊക്കെ ഇത്തരം മാതൃകകൾ കാണേണ്ടേ? അതുകൊണ്ടാണ് ഇത്തരം കെട്ടിടങ്ങളും ആധുനികമായ സാങ്കേതികവിദ്യയും ആർക്കിടെക്ചറൽ ശൈലികളുമൊക്കെ കാണിക്കുന്നത്. ഞങ്ങൾ ഓപ്പറ ഹൗസിന്റെ പ്രധാന ഹാളിലേക്ക് കയറി ചെന്നു. വേദിയിൽ ഒരു ഗ്രാൻഡ് പിയാനോ ഇരിപ്പുണ്ട്. കയറി ചെല്ലുമ്പോൾ വലിയ ആകർഷണമൊന്നും തോന്നില്ല. എന്നാൽ അതിനകത്തേക്ക് ഇറങ്ങി നിന്ന് മുകളിലേക്ക് നോക്കുമ്പോഴാണ് ഇതൊരു സംഭവമാണെന്ന് മനസ്സിലാവുന്നത്. തടികൊണ്ടുള്ള സൂക്ഷ്മമായ കൊത്തുപണികൾ, ഗംഭീരമായ ലൈറ്റിംഗ്, അതിമനോഹരമായ സീറ്റിംഗ് അറേഞ്ച്മെന്റ്. പാരീസിലെയും മറ്റും ഓപ്പറ ഹൗസിന്റെ അതേ മട്ടിൽ ഒരു അതിമനോഹര നിർമ്മിതി. 2011 പൂർത്തിയായ ഓപ്പറ ഹൗസാണിത്. 1100 ആളുകളാണ് ഇതിന്റെ കപ്പാസിറ്റി. ബ്രിട്ടൻ ആസ്ഥാനമായുള്ള കരോളിൻ എന്ന കമ്പനിയാണ് ഇത് ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചത്. നിലത്ത് ഇങ്ങനെ ഗ്യാലറി പോലിരിക്കുന്ന സീറ്റുകളുണ്ട്. ഇത് മാത്രമല്ല ഇവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്. വിഐപികൾക്ക് വേണ്ടി ബോക്സുകളുണ്ട്. പിറകിൽ 3 നിലകളിലായുള്ള ബാൽക്കണി. ആ നിലകളിലാണ് ബോക്സുകൾ. ഇങ്ങനെ പല രീതിയിലാണ് സീറ്റിംഗ്. സ്റ്റേജിൽ ഇന്നെന്തോ പരിപാടിയുണ്ട്. അതിന്റെ സൗണ്ട് അറേഞ്ച്മെന്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്.
പിന്നിൽ സൗണ്ട് കൺസോൾ. അവിടെ എഞ്ചിനീയർമാരുണ്ട്. ഇതാണ് VVIPകൾക്കുള്ള പ്രൈവറ്റ് ബോക്സുകൾ. അതിന്റെ തുടർച്ചയായി കൂടുതൽ ആളുകൾക്കിരിക്കാവുന്ന ബാൽക്കണികളും കാണാം. മിഡിൽ ഈസ്റ്റിലെ ഇത്തരത്തിലുള്ള ആദ്യ ഓപ്പറ ഹൗസാണിത്. പാരീസിലെയും ലണ്ടനിലെയും ഉൾപ്പെടെ യൂറോപ്യൻ ഓപ്പറ ഹൗസുകളുടെയും ഇന്റീരിയർ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇവിടുത്തെ ലൈറ്റിങ്ങിനുമുണ്ട് പ്രത്യേകത. നമ്മൾ സീറ്റിലിരുന്നാൽ ലൈറ്റുകൾ എവിടെ ഘടിപ്പിച്ചിരിക്കുന്നു എന്ന് കാണില്ല. എന്നാൽ സ്റ്റേജിൽ നിൽക്കുന്നവരുടെ നേരെ കൃത്യതയോടെ ലൈറ്റ് വരുന്ന സംവിധാനങ്ങളുണ്ട്. രണ്ടു വശത്തുമുണ്ട് പ്രൈവറ്റ് ബോക്സുകൾ. ഇപ്പോൾ കാണുന്നത് സാധാരണ ലൈറ്റിംഗ് ആണ്. പ്രോഗ്രാം തുടങ്ങുമ്പോൾ ഇങ്ങനെയായിരിക്കില്ല. സ്റ്റേജിന്റെ ഭാഗത്തു നിന്നും നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാഴ്ച. ഈ സീലിംഗ് എല്ലാം അലങ്കാരത്തിനു വേണ്ടിയുള്ളത് മാത്രമല്ല, ഇവിടുത്തെ അക്കോസ്റ്റിക് സിസ്റ്റത്തിന്റെ ഭാഗം കൂടിയാണ്. ഇന്ന് ലോകത്തുള്ള വൻകിട ഓപ്പറ ഹൗസുകളിൽ ഏറ്റവും മികച്ച അക്കോസ്റ്റിക് ആൻഡ് മൾട്ടിമീഡിയ ടെക്നോളജി ഉള്ളത് റോം അഥവാ ROHM എന്നറിയപ്പെടുന്ന ഇവിടെയാണ്. റോയൽ ഓപ്പറ ഹൗസ് മസ്കറ്റ് എന്നാണ് ROHMന്റെ പൂർണ്ണരൂപം. ബിഥോവന്റെയും വാഗ്നറുടെയും ഒക്കെ സിംഫണികളുടെ ആരാധകനായിരുന്ന സുൽത്താൻ ഖാബൂസ് ആണ് ഇങ്ങനെ ഒരു കലാകേന്ദ്രം പണിയുക എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ബാലകൾ, ജാസ് കൺസേർട്ടുകൾ, നാടകങ്ങൾ, അറബ് ഇന്ത്യൻ കലകൾ എന്നിവയൊക്കെ ഇവിടെ അരങ്ങേറാറുണ്ട്. ലണ്ടനിലെ റോയൽ ബാലെ, വിയന്ന ഫിലാർമോണിക്, ലണ്ടൻ ഫിലാർമോണിക് ഓർക്കസ്ട്ര എന്നിവയുടെ എല്ലാം പരിപാടികൾ ഇവിടെ അരങ്ങേറിയിട്ടുണ്ട്. ഓപ്പറ ഹൗസ് എന്നാൽ ഓപ്പറ എന്ന പരിപാടി മാത്രം നടക്കുന്ന ഇടമല്ല. മികച്ച സ്റ്റേജ് പെർഫോമൻസുകൾ നടക്കുന്ന ടൗൺ ഹാളുകൾക്ക് ഇക്കാലത്ത് ഓപ്പറ ഹൗസ് എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് സഫാരി ടിവിയിൽ ഓപ്പറ ഹൗസ് എന്നൊരു പരിപാടി വന്നതും. ഇതാണ് ശരിക്കുമുള്ള സൗണ്ട് ബൂത്ത്. ഇതൊക്കെ വിശാലതയിൽ മാത്രം കണ്ടാൽ പോരല്ലോ, സൂക്ഷ്മമായും നിരീക്ഷിക്കേണ്ടതുണ്ട്. മെയിൻ ഹാളിലേക്ക് കയറി വരികയും പുറത്തേക്ക് ഇറങ്ങുകയും ഒക്കെ ചെയ്യാനുള്ള കവാടങ്ങൾ ഇങ്ങനെയാണ്. എത്ര സൂക്ഷ്മമായിട്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്! ഇങ്ങനെ അലങ്കാര സമൃദ്ധമായിട്ടാണ് ഓരോ എൻട്രൻസും കൊത്തിവെച്ചിരിക്കുന്നത്. കൊത്തുപണികളുടെ ധാരാളിത്തം എന്ന് തന്നെ പറയാം. തേക്കിൻ തടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെള്ളയുടെ അംശമില്ലാത്ത നല്ല കാതലുള്ള തേക്കിൻ തടികൾ മാത്രം. പിന്നെ തിളങ്ങുന്ന മാർബിൾ. പല മുറികളും പല ഗ്യാലറികളും വിശ്രമമുറികളും ടോയ്ലറ്റുകളും എല്ലാം അടങ്ങുന്ന ഫെസിലിറ്റികൾ. 6 നിലകളുണ്ട് ഓപ്പറ ഹൗസിന്. അതിൽ 3 നിലകൾ മെയിൻ ഹാളിന്റെ നിരപ്പിനും താഴെയാണ്. നമ്മുടെ നാട്ടിലും സർക്കാർ മുൻകൈയെടുത്തോ സ്വകാര്യ മേഖലയിലോ ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടാവണം. ഇവിടെ കുറച്ച് സംഗീതോപകരണങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സുൽത്താൻ ഖാബൂസിന്റെ സ്വകാര്യ ശേഖരത്തിൽ ഉണ്ടായിരുന്നവയും ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് ശേഖരിച്ചവയുമായ ഉപകരണങ്ങൾ. ഇത്തരം ഗാംഭീര്യമുള്ള നിർമ്മിതികൾ നാടിന്റെ അഭിമാനമാണ്. അതുകൊണ്ടാണ് ഇതുപോലുള്ളവ നമ്മുടെ നാട്ടിലും വേണമെന്ന് പറയുന്നത്. മറ്റു രാജ്യക്കാർക്ക് മാത്രമല്ല, മറ്റ് സംസ്ഥാനക്കാർക്ക് പോലും നമ്മളോട് ആദരവുണ്ടാകണമെങ്കിൽ അത് ആവശ്യമാണ്. അതിന് സർക്കാർ ഖജനാവിൽ നിന്ന് പണം മുടക്കണമെന്നില്ല. $240 മില്യൺ ഈ റോയൽ ഓപ്പറ ഹൗസിന്റെ നിർമ്മാണ ചെലവ്. 2100 കോടി ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായ തുക. ഞാൻ റോയൽ ഓപ്പറ ഹൗസിൽ നിന്നും പുറത്തേക്കിറങ്ങി. മുറ്റം പോലും നല്ല പോളിഷ് ചെയ്ത മാർബിളിട്ട് പ്രൗഢമാക്കിയിരിക്കുന്നു. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഞങ്ങൾ പുറത്തേക്കിറങ്ങിയപ്പോഴേക്കും നമ്മുടെ ഡോക്ടർ യൂസഫ് അൽ വഹൈബി എത്തിയിരിക്കുന്നു. അത്യാവശ്യ കാര്യത്തിന് അതിരാവിലെ തന്നെ പോയി തിരിച്ചു വന്നതാണ്. അദ്ദേഹം വണ്ടിയുടെ ചുമതല ഏറ്റെടുത്തു. ഇപ്പോൾ 12 മണിയായിട്ടുണ്ട്. ഞങ്ങൾ ഇനി ഈ ഓപ്പറ ഹൗസിന്റെ മറുവശത്തേക്കാണ് പോകുന്നത്. ഇതിന്റെ നേരെ പിൻഭാഗത്തേക്ക്. അവിടെയും ഈ ഓപ്പറ ഹൗസിന്റെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. ഇതിനെ ഒന്ന് ചുറ്റി വേണം കടന്നു പോകാൻ. ഇടതുവശത്ത് കാണുന്നതാണ് പാർക്കിംഗ് ഏരിയ. വലിയൊരു കോംപ്ലക്സ് തന്നെയാണിത്. ഇടതുവശത്ത് ആ കാണുന്നത് മ്യൂസിക് ലൈബ്രറിയും മ്യൂസിയവും ഒക്കെ ചേർന്ന ഭാഗമാണ്. വലതുവശത്തേത് ഞങ്ങൾ ഇപ്പോൾ കണ്ടിറങ്ങിയ ഓപ്പറ ഹൗസിന്റെ പ്രധാന ബിൽഡിംഗ്.
അതിൽ നിന്ന് ഇങ്ങനെയൊരു ഓവർബ്രിഡ്ജ് ഉണ്ട്. അതിലൂടെ ലൈബ്രറിയിലേക്കും മ്യൂസിയത്തിലേക്കും എല്ലാം പോകാം. ഇതെല്ലാം നടന്ന് കാണണമെങ്കിൽ അര ദിവസമെങ്കിലും വേണം. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രധാന ഓപ്പറ ഹൗസ് മാത്രം കാണാമെന്ന് വെച്ചത്. ഇത് ഓപ്പറ ഹൗസിന്റെ മറ്റു ഭാഗങ്ങളാണ്. ഞങ്ങൾ അകത്ത് കയറി കണ്ട കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ. ഉദ്യാനങ്ങളുണ്ട് എവിടെയും. ഇടതുവശത്ത് അങ്ങകലെ കാണുന്നത് ഒമാന്റെ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് കെട്ടിടമാണ്. അത് പിന്നിട്ട് ഞങ്ങൾ ഇനി ബീച്ച് ഏരിയയിലേക്കാണ് പോകുന്നത്. ഫോറിൻ മിനിസ്ട്രി മുതൽ നിരവധി മന്ത്രാലയങ്ങൾ ഈ ഭാഗത്തുണ്ട്. പണ്ട് അത്തരം പ്രാധാന്യമാർന്ന ഓഫീസുകൾ പഴയ മസ്കറ്റിന്റെ ഭാഗത്തായിരുന്നെങ്കിൽ ഇന്ന് ഈ ഭാഗത്തൊക്കെ ചിതറിക്കിടക്കുകയാണ്. കാർ കടൽ തീരത്തേക്കെത്തി. ഖുറം ബീച്ച് എന്നാണ് ഇവിടം അറിയപ്പെടുന്നത്. മസ്കറ്റിലെ ഖുറം ഡിസ്ട്രിക്റ്റിലാണ് ബീച്ച്. അതുകൊണ്ടാണ് ആ പേര് വന്നതും. അഷാത്തി സ്ട്രീറ്റിലൂടെയാണ് പോകുന്നത്. അഷാത്തി സ്ട്രീറ്റ് എന്നാൽ ബീച്ച് റോഡ് എന്നർത്ഥം. ഒമാനിൽ ധാരാളം കടൽ തീരമുണ്ട്. തീരങ്ങളിലൊക്കെ ധാരാളം ഹോട്ടലുകളുമുണ്ട്. അങ്ങകലെ ഒരു കപ്പൽ കിടക്കുന്നത് പോലെ കാണുന്നത് ഒരു 4 സ്റ്റാർ ഹോട്ടലാണ്, ക്രൗൺ പ്ലാസ ഹോട്ടൽ. പ്രൈവറ്റ് ബീച്ചൊക്കെയുണ്ട് ആ ഹോട്ടലിന്. കടലിലേക്ക് തള്ളി നിൽക്കുന്നൊരു മുനമ്പാണ് ആ ഭാഗം. അവിടെ വേറെയും ഹോട്ടലുകളുണ്ട്. എന്നാൽ ക്രൗൺ പ്ലാസയാണ് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുക. ഒരു കപ്പൽ കരയിൽ കയറി നിൽക്കുകയാണെന്ന് തോന്നും. സുന്ദരമായ ഇത്തരം മോസ്കുകൾ എവിടെയും കാണാം. ഞങ്ങൾ പോകുന്നത് ഖുറം പാർക്ക് എന്ന ഉദ്യാനമൊക്കെയുള്ള ഭാഗത്തുകൂടിയാണ്. പച്ചപ്പിന്റെ ധാരാളിത്തം ആരെയും ആകർഷിക്കുന്നത് തന്നെ. ഇനി ഞങ്ങൾ മസ്കറ്റ് നഗരത്തിൽ നിന്ന് തെക്കോട്ട് പോവുകയാണ്. നഗരം വിട്ട് കുറച്ചു പുറത്തേക്ക് പോകണം. ഖന്താബ് തുടങ്ങിയ ഭാഗങ്ങളിലേക്കാണ് പോകേണ്ടത്. ഖന്താബ്, ഇറ്റി തുടങ്ങിയ മസ്കറ്റിന്റെ പ്രാന്തഭാഗങ്ങൾ എന്റർടൈൻമെന്റിനു വേണ്ടി പുതുതായി വളർന്നുകൊണ്ടിരിക്കുന്ന ഇടങ്ങളാണ്. മലകൾക്കുള്ളിലേക്ക് കടൽ കയറിക്കിടക്കുന്ന സ്ഥലങ്ങളാണ് അതൊക്കെ. മസ്കറ്റിന്റെ പ്രധാന ഭാഗത്തു നിന്നും 20 കിലോമീറ്ററിലേറെയുണ്ട് ഇറ്റിയിലേക്ക്. ഇപ്പോൾ നഗരത്തിന്റെ പ്രധാന ഭാഗത്ത് എത്തിയിട്ടില്ല. മത്ര ഭാഗമൊക്കെ പിന്നിട്ട് വേണം യാത്ര തുടരാൻ. മസ്കറ്റിന്റെ ഭൂപ്രകൃതിയുടെ പ്രത്യേകത ഈ യാത്രയിൽ മനസ്സിലാവും. വരണ്ട മലകൾ, കെട്ടിടങ്ങൾക്കും വരണ്ട മണ്ണിന്റെ നിറമാണ്. അത്തരത്തിലുള്ള മലകളും പാറകളും പർവ്വതങ്ങളും നിറഞ്ഞൊരു പ്രദേശമാണ് മസ്കറ്റ്. ഇടയ്ക്കുള്ള വാദികളിലും താഴ്വാരങ്ങളിലും മാത്രമാണ് കുറച്ചു പച്ചപ്പുള്ളത്. ഈന്തപ്പനയാണ് കൂടുതലും. റോഡിനോട് ചേർന്ന് വെളിമ്പറമ്പുകൾ ലോൺ പിടിപ്പിച്ച് കൃത്യമായി നനച്ചു പരിപാലിക്കുന്നു. നമ്മളൊരു വികസിത നാട്ടിലാണെന്ന് തോന്നുന്നത് അതൊക്കെ കാണുമ്പോഴാണല്ലോ. എന്നാൽ നേരെ തിരിച്ചാണ് ഒമാന്റെ തൊട്ടടുത്തുള്ള യമൻ എന്ന രാജ്യത്ത് ചെന്നാൽ കാണാനാവുക. വഴിയോരങ്ങൾ മുഴുവൻ വരണ്ടുണങ്ങി പൊടിയും മണ്ണും വേസ്റ്റും പ്ലാസ്റ്റിക്കും ഒക്കെയായി കിടക്കുകയാണവിടെ. ഡോക്ടർ യൂസഫിന് എനിക്ക് പോകേണ്ട സ്ഥലങ്ങളൊക്കെ അറിയാം. എവിടേക്ക് പോകണമെന്ന് ഞാൻ കൃത്യമായി നേരത്തെ പറഞ്ഞിട്ടുമുണ്ട്. ഇത്തരത്തിലുള്ള മലകളാണ് മസ്കറ്റിന്റെ ഒരു ഭാഗം മുഴുവൻ. അതിനപ്പുറം കടക്കാൻ ഇങ്ങനെ മലയെ അരിഞ്ഞിറക്കി റോഡുണ്ടാക്കിയിരിക്കുന്നു. മസ്കറ്റിൽ നിന്ന് തെക്കോട്ട് പോകുന്നതെല്ലാം മലമ്പാതയിലൂടെയാണ്. 6ഉം 8ഉം വരികളുള്ള പാതകളാണ് ഇവിടുത്തെ മലമ്പാത എന്ന് പറയുന്നത്. ഇത് ദർസൈത്ത് എന്ന പ്രദേശമാണ്. മസ്കറ്റിനോട് ചേർന്ന് കിടക്കുന്ന ഒരു റെസിഡൻഷ്യൽ പ്രദേശം. ചെറിയ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റുകളും സിംഗിൾ ഫാമിലി വില്ലകളുമാണ് ദർസൈത്തിൽ കൂടുതലുമുള്ളത്. വലിയ തോതിൽ ഇന്ത്യക്കാർ വസിക്കുന്ന ഒരു പ്രദേശം. അതിനാൽ ലിറ്റിൽ ഇന്ത്യ എന്നൊരു വിശേഷണം തന്നെയുണ്ട്. ഇന്ത്യൻ സ്കൂൾ മസ്കറ്റ്, ഇന്ത്യൻ സ്കൂൾ ദർസൈത്ത് എന്നിങ്ങനെ 2 ഇന്ത്യൻ വിദ്യാലയങ്ങളുണ്ട് ഇവിടെ. ഇവിടുത്തെ റോഡുകളുടെ ശൃംഖലയുടെ സൗകര്യവും റോഡിൽ എല്ലാ വാഹനങ്ങളും നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നതും അത്ഭുതകരമാണ്. റോഡിൽ അനുവദിച്ചിരിക്കുന്ന വരകൾക്കകത്തുകൂടി മാത്രമേ വണ്ടി ഓടുകയുള്ളൂ. ഞങ്ങൾ മത്രയുടെ ഗേറ്റിലേക്കെത്തി. നഗര കവാടം കടന്ന് മത്ര പ്രദേശത്തേക്ക് കയറിയിരിക്കുന്നു. കടൽ തീരമാണ് മത്ര. ഞങ്ങൾ കഴിഞ്ഞ ദിവസം സന്ദർശിച്ച മത്ര സൂക്ക് ഉൾപ്പെടെ ഈ ഭാഗത്താണ്. അവിടെ നിന്നാണ് ഞങ്ങൾ ദീർഘമായ യാത്രയിലൂടെ സൂർ വരെയൊക്കെ പോയത്. കെട്ടിടങ്ങളുടെ വൃത്തിയും ലാളിത്യവും കറണ്ട് കമ്പി തലങ്ങും വിലങ്ങും പോകാത്തതും ബാനറും പോസ്റ്ററും ഒന്നുമില്ലാത്തതുമെല്ലാം കൂടിയാവുമ്പോൾ ആ പ്രദേശത്തിന് പ്രത്യേകമായൊരു സൗന്ദര്യമുണ്ട്.
ഈ കെട്ടിടങ്ങളൊക്കെ അകത്തുള്ള പഴയ കെട്ടിടങ്ങളെ മറച്ചുകളയാൻ വേണ്ടി സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി പണിതിരിക്കുന്നതാണ്. വൃത്തികേടുകൾ മറയ്ക്കുക എന്നത് മോശം കാര്യമല്ല. ഓടയ്ക്ക് സ്ലാബ് ഇടുന്നത് പോലെയാണത്. മറയ്ക്കുന്നത് തെറ്റല്ല. സൗന്ദര്യമില്ലാത്ത പഴയ കെട്ടിടങ്ങൾ മറയ്ക്കുന്നതും തെറ്റൊന്നുമല്ല. ഞങ്ങൾ മത്രയുടെ പ്രധാന സ്ട്രീറ്റിലേക്കെത്തി. കടൽ തീരത്തുകൂടി പോകുന്ന സ്ട്രീറ്റ്. വലതുവശത്ത് മത്രയിലെ പഴയ കെട്ടിടങ്ങൾ, ഇടതുവശത്ത് കടൽ തീരമാണ്. ഒമാൻ സീ എന്ന മസ്കറ്റിലേക്ക് കയറിക്കിടക്കുന്ന ഉൾക്കടൽ വന്നെത്തി നിൽക്കുന്ന ഇടം. മത്ര പോർട്ടൊക്കെ അവിടെയാണ്. മത്ര സൂക്കിന്റെ കവാടമാണ് ആ കാണുന്നത്. അൽ ബാഹറി റോഡ്. ഞങ്ങൾ ഈ റോഡിലൂടെ കഴിഞ്ഞ ദിവസം പോയതാണ്. പഴയ മസ്കറ്റിന്റെ ഈ ഭാഗമെല്ലാം വിന്ററിൽ ടൂറിസത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളാണ്. ധാരാളം സഞ്ചാരികൾ വന്നു നിറയുന്ന ഭാഗങ്ങൾ. അവിടം പിന്നിട്ട് മസ്കറ്റിന്റെ പഴയ തലസ്ഥാന ഭാഗത്തേക്ക് കാർ ഓടിക്കൊണ്ടിരുന്നു.